അമ്പലം വിഴുങ്ങികളായിട്ടുള്ള കൃമികീടങ്ങൾ, അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കൃമികീടങ്ങൾ എന്താക്കും എന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്ര മേഖലയിലെ ക്ഷേത്രത്തിൻ്റെ അകത്തോ ക്ഷേത്ര ചുറ്റുപാടുകളിലോ ആരുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായാലും അതിൽ പ്രകോപിതനായിട്ട് പച്ചരാജീവന് പ്രവർത്തിക്കില്ല. പക്ഷേ ഒരു കാര്യം അടിവരയിട്ട് പറയാം, പച്ചരാജീവൻ എന്ന് പറയുന്ന ഒരാൾ ഒന്നിനും വഴങ്ങിക്കൊടുക്കാത്ത ആളാണ് എന്ന കാര്യം അടുത്തറിയുന്നവർക്കറിയാം. ഒരു ഭീഷണിക്കും മുന്നിൽ പതറാത്ത പാരമ്പര്യമാണ്, ചരിത്രമാണ് ഉള്ളത് എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞേക്കാം. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരെ വന്നോ. അങ്ങനെ നേരെ വന്നാൽ അവരോട് പറഞ്ഞേക്കാം, നിങ്ങൾ ചൊറിയാൻ വന്നാൽ നിങ്ങളെ മാന്തും. നിങ്ങൾക്കുള്ളത് എണ്ണിയിട്ട് വെളിയിൽ തരും. അതിലധിക സമയമൊന്നും വേണ്ടി വരില്ല, വെളിയിൽ തരും എന്ന കാര്യം പറയാനാണ് ഇത്. എല്ലാവർക്കും നമസ്കാരം. ഒരു വീഡിയോയിലേക്കാണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് പല വീഡിയോകളും അതുപോലെ തന്നെ അവിടെയുള്ള കമ്മിറ്റികളിൽ നിലപാടുകൾ പറയുകയും ചെയ്ത ഒരു പെരുമാൾ ഭക്തൻ ആണ്, അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനുമാണ് ഞാൻ കാലാകാലങ്ങളായിട്ട് പയ്യന്നൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഒരു മുഖവും നോക്കാതെയാണ് നിലപാടുകൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കടുത്ത നിലപാട്. എൻ്റെ രാജീവൻ പച്ച എന്ന് പറയുന്ന എൻ്റെ പ്രൊഫൈൽ പിക്ചർ തന്നെ വർഷങ്ങളായിട്ട് പയ്യന്നൂർ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചിത്രമാണ്. അത് എൻ്റെ നിലപാടാണ്. അവിടെയുള്ള എല്ലാ വിഷയത്തിലും മുഖം നോക്കാതെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് പരാതികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യേറ്റക്കാർക്കെതിരായിട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പ്രശ്നങ്ങളിലും നിലപാട് പറഞ്ഞിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഒരുപാട് വിഷയങ്ങളാണ് പല വർഷങ്ങളായിട്ട് അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. എല്ലാം തൽപര കക്ഷികൾ കൊണ്ടുവന്നതാണ്. പയ്യന്നൂർ അമ്പലം കേന്ദ്രീകരിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന കാര്യം എല്ലാവർക്കും ബോധ്യമുണ്ട്. അത് വലിയ അളവിൽ ബോധ്യമുള്ളവരാണ് പയ്യന്നൂരിലെ ജനങ്ങൾ. ആദ്യം പച്ചവെളിച്ചം ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവരൊരു വിഷയത്തിൽ മാത്രം ഞാൻ കേന്ദ്രീകരിച്ചു. പിന്നെ അവിടുത്തെ സ്വത്ത് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പിന്നെ അവിടുത്തെ ആചാരപരമായ ആരാധന മഹോത്സവത്തിലെ വിഷയങ്ങൾ, നവീകരണ കലശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ പിറകെ സഞ്ചരിക്കാൻ, അതിൽ തുടരെ അതിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പോയാൽ എന്നും ചർച്ചാ വിഷയമായിരിക്കും പയ്യന്നൂർ പെരുമാളും ആ ക്ഷേത്രവും. അത്രത്തോളം കെടുകാര്യസ്ഥത അവിടെ നടന്നിട്ടുണ്ട്. ആ വിഷയം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ നവീകരണ കലശവുമായി ബന്ധപ്പെട്ടിട്ട്, ആരാധന മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട്, ക്ഷേത്ര സ്വത്ത് കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ അവിടെ ഒരു സെൽഫി ബോർഡ് DYFI വെച്ച സമയത്ത് പോലും ആ നിലപാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും പറ്റില്ല. അവിടെ ഗ്രൗണ്ടിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സിനിമാ സംവിധായകൻ അവിടെ സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രൗണ്ട് കുളമാക്കിയതുമായി ബന്ധപ്പെട്ട് എല്ലാത്തിലും നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പലരും വളരെ അടുത്ത ആൾക്കാരാണ്, എന്നിട്ട് പോലും നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ മുഖമില്ല, അതിൽ രാഷ്ട്രീയമില്ല. അത് ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലാണ് എൻ്റെ നിലപാടുകൾ. അതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ചില കാര്യങ്ങൾ എനിക്കിതിൽ പറയാനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. നമ്മുടെ ആരാധന മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് 3-4 വർഷം മുമ്പ് അവിടെയുള്ള മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്ത് എൻ്റെ നിലപാടൊക്കെ പറഞ്ഞിരുന്നു. ഇന്നതാണ് നിലപാട്. കാരണം എല്ലാ കമ്മിറ്റികളിലും പങ്കെടുക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അതിനുശേഷം ഞാൻ പറഞ്ഞ നിലപാടുകളൊന്നുമല്ല പലപ്പോഴും അവിടെ നടന്നിട്ടുള്ളത്. അതിനുശേഷം 1-2 ആരാധന മഹോത്സവങ്ങൾ നടന്നു. നമ്മൾ അത് കേസായി, വക്കാണമായി, പ്രശ്നമായി, എന്തെല്ലാം അവിടെ നടന്നത് എന്നൊക്കെ ആ സമയത്തൊന്നും അവിടുത്തെ ഒരു മീറ്റിങ്ങുകളിലും ആരാധന സംഘാടക സമിതി രൂപീകരണത്തിലോ അവിടുത്തെ യോഗങ്ങളിലോ പച്ചവെളിച്ചമോ ഒരു ഭക്തൻ എന്ന രീതിയിലോ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലോ പങ്കെടുക്കാറില്ല. കഴിഞ്ഞ വർഷം നവീകരണ കലശവുമായി ബന്ധപ്പെട്ടിട്ട്, ആരാധന മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് തുടരെ നിരവധി പ്രശ്നങ്ങൾ, അവിടുത്തെ ക്ഷേത്രാരാധനക്ക് യാതൊരു പ്രാധാന്യം കൽപ്പിക്കാതെ തോന്നിയ പോലെ പ്രവർത്തിക്കുന്നു എന്ന ഒരു ഘട്ടം വന്ന സമയത്ത് ഈ വർഷത്തിൽ
പിന്നെ ആരാധന അതുപോലെ തന്നെ നവരാത്രി മഹോത്സവ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ പച്ചവെളിച്ചം പങ്കെടുത്തു. കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നില്ല, അതിന് മുമ്പത്തെ വർഷം പങ്കെടുത്തിരുന്നില്ല, അതിൻ്റെ 2-3 വർഷം മുമ്പിലെ യോഗത്തിലാണ് പങ്കെടുത്തിരുന്നത്. പച്ചവെളിച്ചത്തിന്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനോടൊത്ത് തന്നെയായിരുന്നു അതിനുശേഷം വന്ന ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്, നിലപാടുകൾ ഉണ്ടായിട്ടുള്ളത്. പുതിയ കമ്മിറ്റി വന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രദേശവാസികളടക്കം അരിക്കാച്ചിക്കുളവുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നങ്ങളടക്കം, അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഭക്ഷണത്തിന് ചുമതല വഹിച്ച ആളുകളടക്കമുള്ള അവരുടെ വീഡിയോകൾ, പച്ചവെളിച്ചത്തിന്റെ നിലപാടുകൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അത് പറയുകയും ചെയ്യും. അതിനുശേഷം 3 ആളെയാണ് സംഘാടക സമിതി രൂപീകരണത്തിൽ, 4 ആളെയാണ് അതിൽ തീരുമാനിച്ചത്. പിന്നെ ഒരു ചെയർമാൻ, ഒരു വർക്കിംഗ് ചെയർമാൻ, ഒരു ജനറൽ കൺവീനർ, അതുപോലെ തന്നെ ട്രഷറർ, എക്സിക്യൂട്ടീവ് ഓഫീസർ. ബാക്കിയുള്ള കമ്മിറ്റികൾ തീരുമാനിക്കും. ആ തീരുമാനം കഴിഞ്ഞ ആഴ്ച ആണ് അവിടെ നടന്നത്. ആ യോഗത്തിൽ പച്ചവെളിച്ചം അവരെല്ലാവരുടെ പ്രസംഗത്തിന് ശേഷം യോഗ നടപടികൾ ആരംഭിക്കാൻ വൈകി. അതിനുശേഷം പച്ചവെളിച്ചം നിലപാട് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചവെളിച്ചത്തിന്റെ നിലപാട് ഒരിക്കൽ കൂടി ചുരുക്കി പറയാം. ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളെ പോലെ ക്ഷേത്ര ആരാധനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ കലാപരിപാടികൾ നടത്താൻ വേണ്ടി പറ്റില്ല. അത് ഉറപ്പാണ്. എന്താണ് അതിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് ക്ഷേത്രങ്ങളിൽ നടന്നത് ആരാധന കഴിഞ്ഞതിന് ശേഷമാണ് വലിയ വലിയ പരിപാടികൾ നടന്നത്. ആ രീതിയിൽ തന്നെ പരിപാടി പോകണം. പയ്യന്നൂർ അമ്പലത്തിന് മാത്രം പോലീസിന്റെ പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ പച്ചവെളിച്ചം മീറ്റിങ്ങിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റു ക്ഷേത്രങ്ങൾക്ക് രാത്രികാലത്ത് പരിപാടികൾ നടത്താം, അതുപോലെ തന്നെ അവരുടെ കളിയാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. പയ്യന്നൂർ അമ്പലത്തിന് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല എന്ന കാര്യം തറപ്പിച്ചും പറയാം. ക്ഷേത്രാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പെരുമാളുടെ ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി നടക്കുന്ന രീതിയിലുള്ള ആരാധന മഹോത്സവം മാത്രമേ ഈ പ്രാവശ്യം നടത്താൻ വേണ്ടി പറ്റൂ എന്ന നിലപാടുണ്ട്. എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും. പുറത്തു നിന്ന് പറയാനല്ല, അകത്ത് നിന്നുകൊണ്ട് തന്നെ പറയാനും നിലപാടുകൾ എടുക്കാൻ വേണ്ടി തന്നെ തയ്യാറായിട്ടാണ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2ാമത്തെ യോഗത്തിൽ വന്നത്. ആ യോഗത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ചില ഓരിയിടലുകൾ അമ്പലം വിഴുങ്ങികളായ അതുപോലെ തന്നെ കൃമികീടങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ ഒന്ന് ഉറപ്പിച്ച് പറയാം, രാജീവൻ എന്ന് പറയുന്ന പെരുമാൾ ഭക്തൻ, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകൻ അത്യാവശ്യം മാന്യത കാണിക്കും. പച്ച രാജീവന്റെ അടുത്തുനിന്ന് ഒരു മാന്യതയും നിങ്ങൾ കാണേണ്ടതില്ല എന്നത് നിങ്ങളോട് പറഞ്ഞേക്കാം. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിന് ഡീറ്റെയിൽ പോവാം. അതുപോലെ തന്നെ ഈ ആരാധനയ്ക്ക് 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണ കാര്യത്തിൽ അരിക്കാച്ചിക്കുളവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ മാലിന്യം അവിടെയാണ് തള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ പച്ചവെളിച്ചവും നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ അവിടെ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഏർപ്പാട്, അതുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളുണ്ട്. അതൊക്കെ എണ്ണി പറയും, ആദ്യം പറയുന്നില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഭക്ഷണം എന്ന് പറയുന്ന ഒരു വിഷയം ഈ ആരാധന മഹോത്സവ കാലഘട്ടത്തിൽ പറ്റില്ല. ആ വിഷയം സമീപ പ്രദേശവാസികൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിഷയങ്ങൾ കൃത്യമായി പരിഹരിക്കാതെ ഒരു തരത്തിലും എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു നിലപാട് ഈ ആരാധന മഹോത്സവ കമ്മിറ്റി മുന്നോട്ട് പോയാൽ അതിനെതിരെ എന്ത് തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ്. പ്രദേശവാസികളുടെ മുന്നിലും പിന്നിലും പച്ചവെളിച്ചം ഉണ്ടാകും. അതുപോലെ തന്നെ കലാപരിപാടിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾക്ക് അവിടെ ഒരുപാട് നവീകരണ പ്രശ്നങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ നടന്ന ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ കുളത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അവിടുത്തെ അരയാല് 2 ഭാഗത്തുള്ള ആൽത്തറകൾ എന്താണ് എന്ന് പൊട്ടിപ്പൊളിഞ്ഞ ആൽത്തറകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ, അതുപോലെ തന്നെ 65 ലക്ഷം രൂപയുടെ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറയും. നവീകരണ സമിതി ആണ് ആ 65 ലക്ഷം രൂപ സ്കന്ദ സമാജത്തിന് കൊടുത്തത്. ഒരു സമാജത്തിന്റെയും ഒരു ജാതി സംഘടനയുടെയും സമാജത്തിന്റെയോ കടം തീർക്കാനുള്ള പണം പലിശക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമല്ല പയ്യന്നൂർ അമ്പലത്തിന്റെ നവീകരണ സമിതി. അത് ജനങ്ങൾ കൊടുത്ത പൈസയാണ്. ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മാധവ പൊതുവാള് ആ പണം കൊടുത്തത് ചോദ്യം ചെയ്തതാണ്. മാധവ പൊതുവാളെയും അതുപോലെ തന്നെ മാധവ പൊതുവാളിന്റെ ശിങ്കടികളായിട്ടുള്ള പല ആളുകളുടെയും അവരുടെ പേരൊക്കെ അടുത്തതിൽ പറയും. അവരൊക്കെ പ്രകോപിതരാക്കിയിട്ടുള്ള അതാണ് അവർ MLA അടക്കമുള്ള യോഗത്തിൽ വെച്ചുകൊണ്ട് പച്ചവെളിച്ചത്തിനെതിരെ മാധവ പൊതുവാളോട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അവരെ ചട്ടം കെട്ടിയിട്ട് അവിടെ അത്തരം കലാപരിപാടികൾ അവിടെ നടത്തിയ കാര്യവും പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചിരുന്നു.
പച്ച വെളിച്ചത്തിൻ്റെ നിലപാട് എന്താണെന്ന് പച്ച വെളിച്ചത്തിന് കൃത്യമായിട്ട് പറയാം. അതിൽ ആർക്ക് എന്ത് തോന്നിയാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മാധ്യമമാണ് പച്ച വെളിച്ചം എന്ന കാര്യവും നിങ്ങൾ ഓർക്കണം. അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി പിന്നെ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ചില ആളുകൾ, തൽപര കക്ഷികൾ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് നടത്തുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ CPM പാർട്ടി എന്ന രീതിയിൽ ഒരു കാലത്തും അവിടെ ആരാധന മഹോത്സവം നടത്താനോ നവീകരണ കലശം നടത്തുന്ന കമ്മിറ്റിയോ ആയി ബന്ധപ്പെട്ടിട്ട് CPM എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം അവിടെ ഉണ്ടായിട്ടില്ല. പാർട്ടി പുറത്തു നിന്നാണ്. എന്നാൽ പാർട്ടിയുടെ പേര് പറഞ്ഞ് പലരും അതിൽ കമ്മിറ്റികളുടെ ഭാരവാഹികളായിട്ട് അവർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുക, അമ്പലം വിഴുങ്ങികളായിട്ടുള്ള, അമ്പലത്തിൽ നിരന്തരമായിട്ട് അമ്പലത്തിൻ്റെ അമ്പലത്തിലെ സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രാവർത്തികമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒത്താശ നൽകാനാണ് CPM എന്ന സംഘടനയുടെ പേരിൽ പോലും അവിടെ കമ്മിറ്റി ആയിട്ടുള്ള ആളുകൾ തുനിഞ്ഞിട്ടുള്ളത്. അത്തരക്കാരുടെ പ്രവർത്തനം കൊണ്ട് പാർട്ടിക്ക് തന്നെ വലിയ അപമതിപ്പുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഒരാളും ആ രീതിയിൽ പാർട്ടി എന്നുള്ള രീതിയിൽ വേണ്ട, വ്യക്തിഗതമായിട്ട് നിങ്ങൾക്ക് കമ്മിറ്റി ആവാം, അതിൽ പ്രവർത്തിക്കാൻ എന്ന തീരുമാനം CPM എടുത്തിട്ടുണ്ട്. അതിന് ബിഗ് സല്യൂട്ടാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നൽകാനുള്ളത്. അതാണ് ശരിയായ നിലപാട്. അല്ലാത്ത നിലപാടാണ് അല്ലാത്ത രീതിയിൽ പാർട്ടി എന്ന രീതിയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ എല്ലാ കൊള്ളരുതായ്ക്കും കൂട്ട് നിൽക്കുന്നവരെ ആവാൻ വേണ്ടി പാടില്ല അത്തരം ചുമതലകൾക്ക് നിയോഗിക്കേണ്ടത് എന്ന അഭിപ്രായം പച്ചവെളിച്ചത്തിനുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഇവർ വിചാരിച്ച ആൾക്കാർക്ക് ആർക്കും അവിടെ കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹിത്വമാവാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് വീട് നീളുന്നത് കൊണ്ട് ഇതിലെല്ലാം പറയുന്നില്ല. ഇത് ഒക്കെ പറയുന്നത് ഇതുവരെ പറഞ്ഞത് പെരുമാൾ ഭക്തൻ എന്നുള്ള രീതിയിൽ, ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ, ഇനി പറയാൻ വേണ്ടി പോകുന്നത് പച്ച രാജീവൻ എന്ന രീതിയിലാണ്. അവിടെ ഒരു ചർച്ച, എന്നെ എന്തോ മൂക്കിൽ വലിക്കുന്നു, ഇനി അവിടെ മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ എന്നോ മൂക്കിൽ വലിക്കുന്നു, എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കും. പച്ച രാജീവൻ എന്ന രീതിയിലാണ് പങ്കെടുക്കല്. ഇനി മീറ്റിങ്ങിൽ പെരുമാൾ ഭക്തൻ എന്ന രീതിയിലല്ല, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തനം എന്ന രീതിയിലല്ല. ഈ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള കൃമികീടങ്ങൾ, അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കൃമികീടങ്ങൾ എന്താക്കും എന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്ര മേഖലയിലെ, ക്ഷേത്രത്തിൻ്റെ അകത്തോ ക്ഷേത്ര ചുറ്റുപാടുകളിലോ ആരുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാലും അതിൽ പ്രകോപിതനായിട്ട് പച്ചരാജീവന് പ്രവർത്തിക്കില്ല. പക്ഷേ ഒരു കാര്യം അടിവരയിട്ട് പറയാം, പച്ചരാജീവൻ എന്ന് പറയുന്ന ഒരാൾ ഒന്നിനും വഴങ്ങിക്കൊടുക്കാത്ത ആളാണ് എന്ന കാര്യം അടുത്തറിയുന്നവർക്കറിയാം. ഒരു ഭീഷണിക്കും മുന്നിൽ പതറാത്ത പാരമ്പര്യമാണ്, ചരിത്രമാണ് ഉള്ളത് എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞേക്കാം. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരെ വന്നോ. അങ്ങനെ നേരെ വന്നാൽ അവരോട് പറഞ്ഞേക്കാം, നിങ്ങൾ ചൊറിയാൻ വന്നാൽ നിങ്ങളെ മാന്തും, നിങ്ങൾക്കുള്ളത് എണ്ണിയിട്ട് വെളിയിൽ തരും. അതിലധിക സമയമൊന്നും വേണ്ടി വരില്ല, വെളിയിൽ തരും എന്ന കാര്യം പറയാനാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. അതിൽ ചില കൂട്ടുകെട്ടുകളുണ്ട്. ഈ അമ്പലത്തിലൊക്കെ കമ്മിറ്റി ആയിട്ട് ഇപ്പം നിഷ്കരണം പുറത്താക്കപ്പെട്ട ചില ഇടതുപക്ഷക്കാരെന്ന് പറയുന്ന ആളുകളൊക്കെ അതിന് എന്ന് പറഞ്ഞാൽ ഇവരെ ഈ പുതിയ ഒരു ഗ്രൂപ്പ് ആടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിനോട് സന്ധി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജോറാക്കിക്കോ. എല്ലാരോടാ പറയുന്നത് നേരായ രീതിയിലല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം വന്നാൽ എല്ലാത്തിനും കിട്ടും, ഒരു സംശയവും അതിൽ വേണ്ടതില്ല. ചാവണ്ടി കൊല്ലണം, അങ്ങനെ തന്നെയാ പറയുന്നത്. അല്ലെങ്കിൽ ഒറ്റ ഒരുത്തന വിടൂല. ഓനൊന്നും ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഓനൊക്കെ അവിടെ നടന്ന് ഇവിടെ ജീവിച്ചു കളയാം എന്നുള്ള ധാരണ ഒരുത്തനും വേണ്ട. അങ്ങനെ ധീരതയുള്ളവന്മാർ വന്നാൽ മതി എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അത് കട്ടക്ക് പച്ചക്ക് പറയുന്നു. അമ്പലത്തെ ഒരു കാര്യം കൂടെ പറയാം. ഇതൊക്കെ പറയാം, 65 ലക്ഷം രൂപ സ്കന്ദ സമാജത്തിന് കൊടുത്തത് പറയുമ്പോൾ എങ്ങനെയാണ് പൊതുവാൾ സമുദായത്തെ പറയുക? അതെങ്ങനെയാണ് പറയുക? അതെന്താ പൊതുവാൾ സമുദായത്തിന് അതിൽ പൊതുവാക്കന്മാർ അതിനെതിരാന്ന്? എൻ്റെ കൂടെ കട്ടക്ക് 65 ലക്ഷം കൊടുത്ത വിഷയത്തിൽ, അതുപോലെ തന്നെ കയ്യേറ്റ ഭൂമി വിഷയത്തിൽ ശക്തമായ പിന്തുണ നൽകുന്നത് ആ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവർ ആ രീതിയിലുള്ള പിന്തുണയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ആ പിന്തുണ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. അല്ലാതെ അമ്പലത്തിലെ റെസീറ്റ് എടുത്ത് പിരിച്ചിട്ട് പുട്ടടിക്കുന്ന ചില അമ്പലം വിഴുങ്ങികളായിട്ടുള്ള ചില ആളുകൾ അവരെ പിന്തുണക്കാൻ വേണ്ടിയിട്ട്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതാ പൊതുവാൾ സമുദായത്തെ പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് ചില നികൃഷ്ട ജീവികൾ, അതുപോലെ തന്നെ കൃമികിടങ്ങൾ വന്നാൽ
അവരെ ആ അർത്ഥത്തിൽ തന്നെ നേരിടാൻ വേണ്ടിയിട്ട് പച്ചരാജീവൻ തയ്യാറാവും. ഒരുത്തനെയും പഠിക്കാൻ വേണ്ടി തയ്യാറല്ല. എല്ലാ മീറ്റിങ്ങിലും വരും, എൻ്റെ അഭിപ്രായങ്ങൾ ശക്തമായിട്ട് അവിടെ പറയും. അതൊരു തിരുത്തൽ പ്രക്രിയ എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ പുറത്ത് വീഡിയോ ആയിട്ട് അതുപോലെ വാർത്തകളായിട്ടും പറയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.